2026 മാർച്ച് 20 വെള്ളിയാഴ്ച ഓക്ലൻഡിലെ ഈഡൻ പാർക്കിൽ നടന്ന മൂന്നാം T20 മത്സരത്തിൽ ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്കയെ 8 വിക്കറ്റിന് തകർത്തു. ഇതൊരു തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു. ഈ വിജയത്തോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ബ്ലാക്ക് ക്യാപ്സിന് 2-1 വരെ നിർണായകമായി ലീഡാണ് ലഭിച്ചത്. ദക്ഷിണാഫ്രിക്ക മുന്നോട്ടുവെച്ച 137 റൺസ് വിജയലക്ഷ്യം ന്യൂസിലൻഡ് 22 പന്തുകൾ ബാക്കി നിൽക്കെ അനായാസം മറികടന്നു. കളിയിൽ അവർക്ക് എത്രത്തോളം നിയന്ത്രണമുണ്ടായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു. ചേസിംഗിൽ ടോം ലാഥവും ഡെവൺ കോൺവേയും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഒരു മികച്ച അടിത്തറ പാകി. 96 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇവർ നേടിയത്. ലാഥം 55 പന്തിൽ 63 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ കോൺവേ വെറും 26 പന്തിൽ നിന്ന് മിന്നൽ വേഗത്തിൽ 39 റൺസ് അടിച്ചുകൂട്ടി. ലോക്കി ഫെർഗൂസൺ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ന്യൂസിലാൻഡ് ബൌളിംഗ് നിര തുടക്കത്തിലെ കളിക്ക് ഒരു താളം കണ്ടെത്തുകയായിരുന്നു. വളരെ കുറഞ്ഞ റൺസ് മാത്രം വിട്ടുകൊടുത്തുള്ള ഫെർഗൂസന്റെ പ്രകടനം എടുത്തുപറയേണ്ടതാണ്. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് ന്യൂസിലൻഡിന്റെ മികച്ച ബൌളിംഗിന് മുന്നിൽ പതറി. നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസെടുക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. വലിയ കൂട്ടുകെട്ടുകളുണ്ടാക്കാൻ പ്രോട്ടീസിന് കഴിഞ്ഞില്ല. കിട്ടിയ തുടക്കങ്ങൾ വലിയ സ്കോറുകളാക്കി മാറ്റാൻ പല ബാറ്റ്സ്മാൻമാർക്കും സാധിച്ചതുമില്ല. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ വിയാൻ മൾഡർ ലോക്കി ഫെർഗൂസന്റെ പന്തിൽ റണ്ണനുമെടുക്കാതെ പുറത്തായി. ടോണി ഡി സോർസി 18 പന്തിൽ 15 റൺസും ജേസൺ സ്മിത്ത് 10 റൺസും നേടി പുറത്തായി. മുൻനിര പതറിയപ്പോഴും എൻഗോബാനി മോക്കോന അവസാന ഓവറുകളിൽ തകർത്തടിച്ചു. 3 സിക്സറുകളടക്കം 20 പന്തിൽ 26 റൺസെടുത്ത് അദ്ദേഹം പുറത്താകാതെ നിന്നു. ജോർജ് ലിൻഡെ 19 പന്തിൽ 23 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. കെഎൽ ജാമിസൺ 42 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മിച്ചൽ സാന്റനർ 21 റൺസിന് 2 വിക്കറ്റെടുത്ത് ദക്ഷിണാഫ്രിക്കയുടെ റണ്ണൊഴുക്ക് തടഞ്ഞു നിർത്തി. ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ഡയാൻ ഫോറസ്റ്ററും ഉണ്ടായിരുന്നു. ന്യൂസിലൻഡ് ചേസ് ചെയ്യുമ്പോൾ ഒരു ക്യാച്ച് കൈവിട്ടത് ശ്രദ്ധേയമായി. 137 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ന്യൂസിലൻഡിന്റെ ഓപ്പണർമാരായ ടോം ലാഥമും ഡെവോൺ കോൺവേയും സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെ ശ്രദ്ധയോടെയും ആക്രമണപരമായും നേരിട്ടു. പതിയെയായിരുന്നു അവരുടെ തുടക്കം. ആദ്യ 2 ഓവറിൽ 5 റൺസ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ 5-ാം ഓവറിൽ അവർ കത്തിക്കേറി. ലുത്തോ സിബാംല എറിഞ്ഞ ഓവറിൽ 21 റൺസാണ് അവർ അടിച്ചെടുത്തത്. അതിലൊരു സിക്സും ഒരു ഫോറും കോൺവേയുടെ വകയായിരുന്നു. ഈ വെടിക്കെട്ട് അവരുടെ ആധിപത്യം ഉറപ്പിച്ചു. റൺ ചേസിൽ ന്യൂസിലൻഡ് പൂർണ്ണമായും പിടിമുറുക്കുകയും ചെയ്തു. 39 റൺസെടുത്ത കോൺവേ 4 ഫോറുകളും 2 സിക്സുകളും പറത്തിയിരുന്നു. കേശവ മഹാരാജിന്റെ പന്തിൽ ഡീപ് മിഡ് വിക്കറ്റിൽ വെച്ചാണ് കോൺവേ പുറത്തായത്. ലാഥം പക്ഷേ തന്റെ സംയമനം കൈവിടാതെ കളിച്ച് 4-ാം T20 അർദ്ധ സെഞ്ചുറിയും നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. വെറും 16.2 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ബ്ലാക്ക് ക്യാപ്സ് ലക്ഷ്യം കണ്ടു. ഇത് അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗിന്റെ ശക്തി എത്രത്തോളമെന്ന് കാണിച്ചതാണ്. 5 കളികളുള്ള ഈ T20 പരമ്പര തുടക്കം മുതൽക്കേ കടുത്ത പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഈ 2 ക്രിക്കറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള മത്സരവീര്യം ഓരോ കളിയിലും വ്യക്തമായിരുന്നു. മാർച്ച് 15-ന് നടന്ന ആദ്യ T20-ൽ ന്യൂസിലൻഡ് ഉയർത്തിയ 91 റൺസ് വിജയലക്ഷ്യം എളുപ്പത്തിൽ മറികടന്ന് 7 വിക്കറ്റിന്റെ തകർപ്പൻ വിജയവുമായി ദക്ഷിണാഫ്രിക്കയാണ് പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ മാർച്ച് 17-ന് ഹാമിൽട്ടണിൽ നടന്ന രണ്ടാം T20-ൽ ന്യൂസിലൻഡ് താമസിയാതെ തിരിച്ചടിച്ചു. 68 റൺസിന്റെ ഒരു വലിയ ജയം അവർ സ്വന്തമാക്കി. ആ കളിയിൽ ഡെവോൺ കോൺവേ ആയിരുന്നു താരം. 49 പന്തിൽ നിന്ന് 60 റൺസടിച്ച കോൺവേ ന്യൂസിലൻഡിനെ 175 റൺസിലെത്തിച്ചു. പിന്നീട് ലോക്കി ഫെർഗൂസണും ബെൻ സിയേഴ്സും 3 വിക്കറ്റ് വീതം വീഴ്ത്തി ദക്ഷിണാഫ്രിക്കയെ 107 റൺസിന് ഓൾ ഔട്ടാക്കി. ടോം ലാഥം, ഡെവോൺ കോൺവേ എന്നിവരെപ്പോലുള്ള പരിചയസമ്പന്നരായ കളിക്കാർക്കും പുതിയ പ്രതിഭകൾക്കും വരാനിരിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മുന്നോടിയായി തങ്ങളെ തന്നെ തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയായി ഈ പരമ്പര മാറി. ഇപ്പോൾ 2-1 വരെ ന്യൂസിലൻഡ് മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള മത്സരങ്ങൾക്ക് ഇതോടെ വീറും വാശിയും കൂടിക്കഴിഞ്ഞു. 4-ാമത്തെ T20 മത്സരം ഞായറാഴ്ച വെല്ലിംഗണിൽ നടക്കും. ഈ കളി ജയിച്ച് പരമ്പര സമനിലയിലാക്കാനാണ് ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുക. ന്യൂസിലൻഡിന് പരമ്പര ഉറപ്പിക്കാനാണ് ഈ കളി. ഈ പരമ്പരയ്ക്ക് മുന്നേ മാർച്ച് 4-ന് നടന്ന 2026 ICC T20 ലോകകപ്പ് സെമിഫൈനലിലും ഈ 2 ടീമുകൾ തമ്മിൽ ഒരു പോരാട്ടം നടന്നിരുന്നു. അന്ന് ഫിൻ അലന്റെ റെക്കോർഡ് സെഞ്ചുറിയുടെ കരുത്തിൽ 9 വിക്കറ്റിന് ന്യൂസിലൻഡ് ആ മത്സരം സ്വന്തമാക്കി. ഈ T20 പരമ്പര ഈ 2 പ്രമുഖ ക്രിക്കറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള വിട്ടുകൊടുക്കാത്ത പോരാട്ടവീരന്റെയും മാറിക്കൊണ്ടിരിക്കുന്ന കളിയുടെ ഗതിയുടെയും ഒക്കെ ഒരു നേർക്കാഴ്ചയാണ്.